ആസസര സ്വാഭാവികമായിട്ടും അവർ ഹിന്ദു ഫോൾഡിൻ്റെ ഭാഗമായിട്ട് നിലനിർത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഈഴവ ഐഡൻറ്റിറ്റിയെ നശിപ്പിക്കാൻ അവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈഴവരുടെ അതേ സ്റ്റാറ്റസ് തന്നെ പല സ്ഥലത്തും മുസ്ലിങ്ങൾക്കുള്ളത്. നിങ്ങൾ തെക്ക് നോക്കിയാൽ ഈഴവനും മുസ്ലിം തമ്മിലൊരു ബന്ധമുണ്ട്. മലബാറിലാണ് നായരും മുസ്ലിം തമ്മിലുള്ള ബന്ധം. അതെ, തെക്ക് ഈഴവനും മുസ്ലിം തമ്മിലാണ് പൊതുവേ ഒരു ബന്ധമുള്ളത്. അപ്പം ഇവർ പെട്ടെന്ന് കയറിപ്പോയ സമയത്ത് പാർട്ടിയുടെ പല തലങ്ങളിലും പല കാരണങ്ങളുമുണ്ട്. അത് VS-ൻ്റെ സമയത്ത് ആരിഫിനെയൊക്കെ പോലുള്ള ആളുകൾ പാർട്ടിക്കാരായി വരുന്നു. പിണറായിയുടെ സമയത്താണെങ്കിൽ പ്രത്യേക പരിഗണന കൊടുത്ത് മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു. ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവർ കൂടെ നിൽക്കുന്നതാണ് പ്രതീക്ഷ. പക്ഷേ സംഭവിച്ചില്ല, അടപടലം പോയതാണ്. കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ മണ്ണൊലിച്ചു പോയതിനു ശേഷമാണ് തിരിച്ചറിയുന്നത്. പോയതിന് ശേഷം CPM-ന് ഗുണമെന്ന് വെച്ചാൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. പിണറായി ഈ ഒരു നിലപാട് ഇപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോകും. ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ വരാൻ പോകുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ തകർച്ചയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഈഴവർ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണോ? ഒരുപാട് മാനങ്ങളുള്ള ചോദ്യമാണിത്. അതിൻ്റെ വിവിധ വശങ്ങളാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈഴവർ കേരളത്തിലെ ഒരു പ്രബല വിഭാഗമാണ്. ഇടത് വോട്ടിൻ്റെ അടിത്തറയും അവർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു അസ്തിത്വ പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, അവഗണന, ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈഴവർക്കിടയിൽ വലിയ ചർച്ചയാവുന്നുണ്ടെന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അല്ല, ഈഴവരുടെ രാഷ്ട്രീയ പ്രതിസന്ധി മാത്രമല്ല, സാമൂഹ്യ പ്രതിസന്ധി വലിയ രീതിയിലുണ്ട്. സാമൂഹ്യ പ്രതിസന്ധിയുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ ഈഴവർ ആരായിരുന്നു നോക്കണം. നമ്മൾക്ക് ഒരു നരേഷൻ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈഴവരെ ഇവിടെയുള്ള നായന്മാരും ബ്രാഹ്മണരും ക്ഷത്രിയരും ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നാരായണ ഗുരു വന്ന് ഇവരെ പ്രബുദ്ധരാക്കി. പിന്നെ കുമാരനാശാനും എല്ലാം കൂടി സംഘടന ഉണ്ടാക്കി. അങ്ങനെ സ്കൂളുകളും കോളേജുകളൊക്കെ മേടിച്ച് മുഖ്യധാരയിലേക്ക് വന്നു. ഈ നരേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് മുമ്പ് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈഴവർ അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനതൊന്നും ആയിരുന്നില്ല ഇവിടെ. കേരളത്തിൽ അതീവ സമ്പന്നരിൽ 18-19 നൂറ്റാണ്ടിൽ പലരും, ചിലരെങ്കിലും ഈഴവരായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ വിനയൻ ഗോപാലേട്ടൻ്റെ സിനിമ ഉണ്ടല്ലോ, 19-ാം നൂറ്റാണ്ട്. അതെ, മലബാറിലാണെങ്കിൽ ഈഴവ തീയന്മാരാണ്, തീയ പ്രമാണിമാരുണ്ടായിരുന്നു. മലബാറിൽ പ്രധാനപ്പെട്ട 2 തീയന്മാരാണ്, വൈശ്യ തീയന്മാരും ഒന്ന് കുടാൽ തീയന്മാരെ തെങ്ങിലെല്ലാം കയറുന്ന ഒരു വിഭാഗം. വൈശ്യ തീയന്മാരെന്ന് വെച്ചാൽ നമ്മുടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ, പിന്നെ സുധാകരൻ, ആ വിഭാഗത്തിൽപ്പെട്ട ആൾ. അവർ പൊതുവെ കോൺഗ്രസ് അനുഭാവികളാണ്. അതിനെയാണ് വെള്ളപ്പള്ളി ഒരു പക്ഷേ സൗത്തിനെയും കൂടി കൂട്ടിയിട്ടാണ് ബ്രാഹ്മണ ഈഴവരെന്ന് പറയുന്നത്. സത്യം വെള്ളാപ്പള്ളിയെ കൂട്ടത്തിൽപ്പെട്ടാണ് ബ്രാഹ്മണ ഈഴവർ എന്ന് പറയുന്ന ഒരു വിഭാഗം. സൗത്തിലോട്ടാണെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട അന്നും ഇന്നും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാകും ഈ കയറ്റുമതി ഇറക്കുമതിയാണ്. അപ്പോൾ ഇവിടെ ഒരു വൈശ്യ ക്ലാസ് ഇല്ല. അപ്പോൾ വൈശ്യ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് പോയി കച്ചവടം ചെയ്യാനുള്ള ആളുകൾ, ഒന്ന് ഇവിടെ വൈശ്യന്മാർക്കും പുറത്ത് പോയി കച്ചവടം ചെയ്യാം, കടൽ കടക്കാൻ പറ്റില്ല. ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ട് വൈശ്യന്മാരുണ്ടായെന്ന് വെച്ചാൽ അവർക്ക് കരവഴി സിൽക്ക് റൂട്ട് വഴി അങ്ങ് യൂറോപ്പ് വരെ മെഡിറ്ററേനിയൻ വരെ പോകാം, സാത്തവാ സംഘങ്ങൾ പോകും. സൗത്തിലെത്തി കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ കടൽ വഴിയേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറയുന്ന വിന്ധ്യാശതപുര പർവ്വത നിരയെ കൂടെ അന്ന് ട്രെയിനൊന്നുമില്ല, കൊങ്കൺ റെയിൽവേ ഒന്നുമില്ല. അതിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടാണ്. കൊണ്ടുപോയി കൊള്ളയടിച്ചോളൂ. അവിടെ ഭയങ്കര ഒരു കള്ളന്മാരുണ്ടായിരുന്നു, കൊള്ളക്കാർ. അപ്പോൾ നമ്മൾ സൗത്തിൽ നിന്ന് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഹിന്ദുക്കൾക്ക് കടൽ കടക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വൈശ്യ കമ്മ്യൂണിറ്റി ഇവിടെ കാര്യമായിട്ട് ഇല്ലാതെ പോകാൻ കാരണം അതാണ്. അപ്പോൾ ആ പണി നമ്മളിവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടുത്തെ രാജാക്കന്മാരും ബ്രാഹ്മണസും കൂടി ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു. ജൂതന്മാർ സിറിയൻ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, മുസ്ലിം അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. സൗത്തിലോട്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും, വടക്കിലോട്ട് അറബികളും ആണ് ബേസിലോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ സാധനം കിട്ടണ്ടേ? നായന്മാർ ഇത് ഉൽപ്പാദിപ്പിക്കുകയല്ലേ ഉള്ളൂ. എന്നുവെച്ചാൽ നായന്മാരായിരുന്നു ഭൂമി ഭൂരിഭാഗം നായന്മാരുടെ കയ്യിലാണ്. ചെറുകിട കർഷകരും നായന്മാരായിരുന്നു. അവിടെ അണ്ടറിൽ ജോലി ചെയ്ത ആളുകളാണ് ഈ പറയുന്ന ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ. ഈഴവരുടെ സ്ഥിതി അന്നെന്ന് വെച്ചാൽ ജാതി ശ്രേണിയിൽ ഔട്ട്കാസ്റ്റ് ആണെങ്കിൽ പോലും കേരളത്തിലെ ജാതി ശ്രേണിയിൽ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉയർന്ന ജാതിക്കാരില്ലാത്ത സ്ഥലമാണ് കേരളം. ബ്രാഹ്മണസ് 2%, ഒറിജിനൽ ക്ഷത്രിയ 2 കുടുംബങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ഷത്രിയന്മാരാക്കിയതാണ്. വൈദിക വിധിപ്പാന ഈ ഇരണ്യഗർഭത്തിലുള്ള ക്ഷത്രിയന്മാരാക്കിയതാണ്. സാമൂതിരി തൊട്ട് തിരുവിതാംകൂർ രാജാവ് വരെ അങ്ങനെ ആയതാണ്. ബ്രാഹ്മണരാക്കപ്പെട്ടവരാണ്. അവിടെ മാത്രമല്ല, ശിവാജി എല്ലാം തന്നെ ക്ഷത്രിയരാക്കപ്പെട്ടവർ. ശിവാജി എല്ലാം തന്നെ ഹിരണ്യഗർഭത്തിലൂടെയാണ്. അവരൊക്കെ ലോക്കൽ ശൂദ്ര ക്ലാനായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നായന്മാർക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നായന്മാർ ശൂദ്ര വിഭാഗത്തിലാണെങ്കിൽ പോലും അവർക്ക് ക്ഷത്രിയ സ്റ്റാറ്റസ് കൊടുത്തു. ഈഴവർ ഔട്ട്കാസ്റ്റാണ്. പക്ഷേ ഈ കച്ചവടക്കാർ ഇവിടെ ഇല്ലല്ലോ.
മാത്രമല്ല ഈഴവരുടെ കയ്യിൽ പണ്ടത്തെ ബുദ്ധിസ്റ്റ് ട്രഡീഷനെ കൊണ്ട് ഒരു ലോക്കൽ മെഡിസിൻ്റെ ഒരു വലിയൊരു അറിവ് അവരുടെ കയ്യിലുണ്ട്. ഓക്കെ. പിന്നെ ആയുധ ജ്ഞാനത്തിൽ അവർ മിടുക്കന്മാരായിരുന്നു. പ്രത്യേകിച്ച് ഈ വൈശ്യത്തീയന്മാരെന്ന് വെച്ചാൽ ഈജിപ്തിൽ നിന്ന് വന്നവർ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരുടെ ഒരു ഇതിഹാസം കപ്പൽ കയറി വന്ന ഒരു തെയ്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്രീറ്റൻ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരാണ് എന്നൊരു തിയറിയുണ്ട്. എന്തായാലും ഇങ്ങനെ അവരെ കണ്ടാൽ തന്നെ നമുക്ക് കണ്ടത് ഫീൽ ചെയ്യും ഈ വൈശ്യത്തീയന്മാർ. ഇവിടെ നമ്മളായിട്ട് അറിയാത്തൊരു വിഭാഗമാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ സ്റ്റാറ്റസ് ഉണ്ട്. അതുകൊണ്ടാണ് തച്ചോളി കുടുംബം തീയ കുടുംബമാണ്. അവർ വലിയ നായന്മാർ ജന്മിമാരോടൊക്കെ കണക്ക് വന്ന് പൈസ മേടിച്ചിരുന്ന വലിയ കച്ചവടക്കാരും ചേകോന്മാരായിരുന്നല്ലോ. അതെ. അവരെ പറ്റി നമുക്ക് ചരിത്രരേഖകളില്ല, വടക്കം പാട്ടുകളേ ഉള്ളൂ. എന്നാൽ തച്ചോളി മറ്റേ ഇയാളെ പറ്റി ഒതേനെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്തുണ്ട് വടക്കം പാട്ടുകളിൽ മാത്രമല്ല ചരിത്രരേഖകളുണ്ട്. അവരുടെ ക്ഷേത്രമൊക്കെ അവിടെ ലോകനാക്കാവൊക്കെ ഉണ്ട്. ഇവരുടെ അല്ലിമലക്കാവ് എവിടെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ പ്രോബ്ലം ഉണ്ട് ചരിത്രം. എങ്കിൽ പോലും വെറുതെ ഒരു പാട്ടുണ്ടാവില്ലല്ലോ. പാട്ട് ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ വലിയ സ്റ്റാറ്റസ് ഉള്ളവരായിരുന്നു അവർ. അപ്പം നമ്മളീ പറയുന്ന പോലെ സകല ഈഴവന്മാരെ ഓടിച്ചിട്ട് തല്ലുന്നൊരു പരിപാടി ആ രീതിയിൽ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് പുതിയ സിസ്റ്റമൊക്കെ വന്നതിന് ഈ ജനറലി മനുസ്മൃതി ഫോളോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അനുസ്മൃതി ഫോളോ ചെയ്താൽ നായന്മാർക്ക് ഈ പൊസിഷൻ കിട്ടില്ലല്ലോ. നായന്മാർക്ക് സംസ്കൃതം പഠിക്കാൻ പറ്റും. ഇവിടെ പല പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും നായന്മാരായിരുന്നില്ലേ. അതുമാത്രമല്ല പല ഈഴവ വൈദ്യന്മാർക്ക് സംസ്കൃതം അറിയായിരുന്നു. നാരായണഗുരു എങ്ങനെ സംസ്കൃതം പഠിച്ചു? ഒരു ചോദ്യമാണ്. അദ്ദേഹം ബ്രിട്ടീഷ് സ്കൂളിൽ പോയിട്ടില്ലല്ലോ. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന ചെറിയ ചെറിയ മനുസ്മൃതി ബേസ് ചെയ്തിട്ടുള്ള ഈ കസ്റ്റമറി ആയിട്ടുള്ള ഈ വിവേചനത്തെയൊക്കെ വലിയ സംഭവമായി ഉയർത്തി കാണിച്ചിട്ട് ഒരു ഡിസ്കോഴ്സ് ഉണ്ടാക്കി. ഓക്കെ. പിന്നെ ഇവിടുത്തെ രാജാക്കന്മാർ എന്തൊരു കാലം മാറിയതറിയാതെ പൽപ്പു ഒക്കെ ഡോക്ടറായി വന്ന സമയത്ത് അദ്ദേഹത്തെ ആ രീതി അംഗീകരിക്കാതെ ഒരു വിവരക്കേട് പറയുകയും ചെയ്തു. അത് ഇവരും എടുത്തു. ബ്രിട്ടീഷുകാർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു തലമുണ്ട്. അതിൻ്റെ പുറത്ത് ഈ പുതിയ മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടി, സാഹിബിൻ എഡ്യൂക്കേഷൻ കിട്ടി വന്നവർക്ക് ഈ ഒരു വിവേചനം ഫീൽ ചെയ്യുകയും ചെയ്തു. അല്ലാതെ ആ രീതിയിൽ ഒരു ശക്തമായ വിവേചനം ഇവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ? ഇത് ബ്രിട്ടീഷുകാർ കത്തിച്ചു. ഓക്കെ. പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിൽ ജാതി ശ്രേണി ഇല്ല. അപ്പോൾ അത് അവിടുത്തെ ഐഡിയാസൊക്കെ പഠിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ ചെറിയൊരു സംഭവം കണ്ടപ്പോൾ പോലും അത് വലിയ സംഭവമായിട്ട് ഇവർക്ക് തോന്നുകയും അത് അഭിമാന പ്രശ്നമായിട്ട് എടുക്കുകയും അത് വലിയ വിഷയമാക്കി മാറ്റി. പക്ഷേ നാരായണഗുരു അങ്ങനെ കണ്ടിരുന്നില്ല. നാരായണഗുരു അങ്ങനെ കാണാത്തത് കൊണ്ടാണ് നാരായണഗുരു എന്ത് ചെയ്തത്? അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ മൊത്തം എടുത്ത ഉപനിഷത്തു നിന്നാണ്. അത് വേദാന്തമാണ് ഉപനിഷത്തുകൾ. അദ്ദേഹം പിന്നെ ഈഴവരോട് പറഞ്ഞത് ഇസ്ലാമിൽ പോയി ചേരാനോ ക്രിസ്ത്യാനിറ്റി പോയി ചേരാനോ അല്ല, മറിച്ച് ഹിന്ദു മതത്തെ റിഫോം ചെയ്യാനാണ്. ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അതെ. ശിവനാരാണ്? ശിവൻ ഒരു പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യൻ ഗോഡാന്ന് പറയുമെങ്കിൽ പോലും ഈ ഹിന്ദു ബ്രാഹ്മണി പാന്തിയോണിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ദൈവമാണ്. ത്രിമൂർത്തികളിൽ ഒരാളാണ് അദ്ദേഹം. ശിവനെയാണ് അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് അതിൽ. ശിവൻ എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ലോക്കൽ ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവമാണ്. രണ്ട്, അത് ബ്രാഹ്മണി ട്രഡീഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം സമന്വയത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ഈ സമന്വയം എപ്പോൾ ഉണ്ട്? അത് നാരായണഗുരുവിന് മുമ്പേ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് വഴിതെറ്റി ബ്രിട്ടീഷുകാരെ വഴിക്ക് പോകുന്ന സമയത്ത് ഗുരുദേവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് അവർക്ക് വിട്ടുകൊടുക്കാതെ ഇതിലുള്ള തിരുത്തേണ്ട കാര്യങ്ങൾ വളരെ സമാധാനപരമായി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഗുരുദേവൻ ചെയ്തത്. അവിടെയാണ് പൽപ്പുവിൻ്റെ ഈ എടുത്തുചാട്ടൊക്കെ പൊട്ടിപ്പോകുന്നത്. പൽപ്പു ഭയങ്കര എടുത്തുചാട്ടങ്ങനെ ഭയങ്കര റെവല്യൂഷൻ സ്വഭാവമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഗുരുദേവൻ അങ്ങനെ ആയിരുന്നില്ല. ഇവരെ രണ്ടുപേരെയും മയപ്പെടുത്തി കൊണ്ടുപോയി എന്നുള്ളതാണ് ഗുരുദേവൻ്റെ ഇമ്പോർട്ടൻസ്. ഗുരുദേവൻ്റെ അതേ ശ്രേണി പിന്നെ വരുന്നത് കുമാരനാശാനാണ്. അദ്ദേഹത്തിന് തീംസ് മൊത്തം വരുന്നത് ഈ വേദാന്തങ്ങളിൽ നിന്നാണ്. അൺടച്ചബിലിറ്റിക്ക് അദ്ദേഹം എതിരാണ്. പക്ഷേ വേദാന്തങ്ങളിൽ അൺടച്ചബിലിറ്റി ഇല്ല. ഉപനിഷത്തുകൾ അൺടച്ചബിലിറ്റി ഇല്ലല്ലോ. ഞാനും നീ ഒന്നല്ലേ. പിന്നെ വന്നുള്ള ടെക്സ്റ്റുകളിലാണ് ഈ സംഭവം ഉള്ളത്. ഗുരുവിൻ്റെ ആ ഒരു ട്രഡീഷൻ അതാണ് ഈഴവരെ ഏറ്റവും പ്രബലൻ്റ് ആയിട്ടുള്ള ട്രഡീഷൻ. അതിൽ പൊട്ടിത്തെറി സ്വഭാവം കാണിച്ചതാണ് ഡോക്ടർ പൽപ്പും അതുപോലെ സി കേശവനും ഒക്കെ. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് നിന്നത് എന്തുകൊണ്ടാണ്? ഗുരുദേവൻ്റെ ഒരു ദർശനങ്ങളും അതിൻ്റെ സ്വാധീനവും ആ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇന്നലകളിൽ നിന്ന് വന്ന ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ. പക്ഷേ ബ്രിട്ടീഷുകാർ എന്താ എല്ലായിടത്തും ചെയ്തതെന്ന് വെച്ചാൽ ഇന്നലകളിലെ ഈ ആറ്റിറ്റ്യൂഡിനെ എളുപ്പം ഉൽപ്പതിഷ്ണുക്കളായ ചെറുപ്പക്കാരെ കൊണ്ട് മറികടക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗുരുദേവൻ എന്ത് ചെയ്തു? മനസ്സിലായി. ഗുരുദേവൻ എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരെ കൂടെ കൂട്ടി. അപ്പോൾ അയ്യപ്പനെ പറ്റിയൊക്കെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഗുരുദേവൻ പറയും അയ്യപ്പന് ശരിയെന്ന് തോന്നുന്നു. ഗുരുദേവൻ പറയുന്നത് അയ്യപ്പന് ശരിയെന്ന് അദ്ദേഹം ചെയ്യട്ടെ, മീൻസ് പന്തി ഭോജനം അദ്ദേഹം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അതെ, അവൻ ശരിയല്ല, മാറ്റി നിർത്തുന്നല്ല പറഞ്ഞത്. അപ്പോൾ അയ്യപ്പൻ എന്ത് ചെയ്തു? ആ ട്രഡീഷൻ്റെ ഭാഗമായി. പൽപ്പുവിന് എപ്പോഴും ഒരു പൊട്ടിത്തെറി സ്വഭാവമുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ വായിച്ചു. പക്ഷേ അദ്ദേഹം ഗുരുദേവൻ്റെ കൂടെയാണ് പോകുന്നത്. ഗുരുദേവനെ സത്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഈ വർക്കിലേക്ക് കൊണ്ടുവന്നത് പൽപ്പുവാണ്. അറിയാലോ, പൽപ്പു വിവേകാനന്ദ സ്വാമിയെ മറ്റേ പോയി കണ്ടു. വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഇവിടെ നമ്മുടെ നാട്ടിൽ സന്യാസി വരെ പറഞ്ഞാൽ ആളുകൾ കേൾക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൂട്ടത്തിൽ പെട്ട സന്യാസിനെ കൊണ്ടുവരണം. അതാണ് ഗുരുദേവൻ. അപ്പോൾ ഈ ഒരു
ഈ അസ്തിത്വ പ്രതിസന്ധി അന്നേ ഉണ്ടായിരുന്നു കൊളോണിയലിസമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എങ്ങനെ ഈ സിസ്റ്റം ഹിന്ദു സിസ്റ്റമായി മുന്നോട്ട് പോകണം, അത് ഹിന്ദു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്ന് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈഴവ ക്ഷേമനെ പ്രതിഷ്ഠിച്ചതും ഇവരെ ക്രിസ്ത്യാനിയാക്കാനുള്ള ശ്രമത്തെ ടി കെ മാധവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായി എതിർത്തത്. അല്ലെങ്കിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ നല്ല പങ്കും ഈഴവർ നല്ല പങ്കും ക്രിസ്ത്യാനിയായി പോകുമായിരുന്നു. ഈ അസ്തിത്വ പ്രതിസന്ധി പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ വരുന്നു വെച്ചാൽ പുതിയ പോസ്റ്റ് മോഡേൺ ചിന്തകർ വന്നിട്ടുണ്ട്. ഒരു ശ്യാംകുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്യാംകുമാറിൻ്റെ ഒക്കെ പരിപാടി എന്ന് വെച്ചാൽ ഡോക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാലാകാലമായിട്ട് ഈഴവരെ വേട്ടാടിക്കുന്നു. പിന്നെ ഇതൊക്കെ മനുസ്മൃതിയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയും. ഞാൻ പറഞ്ഞ മനുസ്മൃതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതൊരു സിസ്റ്റത്തിന് അന്നുണ്ടായതാണ്. പക്ഷെ ഇവിടെ പ്രാക്ടീസ് ചെയ്യപ്പെട്ട എക്സാക്ട്ലി ആ രീതിയിലായിരുന്നില്ല. അതൊക്കെ എടുത്താണ് ഹിന്ദുക്കൾക്ക് ഈഴവർ എങ്ങനെ ഹിന്ദുക്കളാവും, നിങ്ങൾ ഹിന്ദുക്കളല്ല, പിന്നെ എന്ത് ജമാഅത്തെ ഇസ്ലാമിയാണോ, എന്താവണമെന്ന് പറയാം. ഇത്രയും മാത്രം അത്യാവശ്യം ഐക്യം ഉണ്ടായിട്ട് പോലും ഹിന്ദു എന്നുള്ള ഈ കമ്മ്യൂണിറ്റി പല രീതിയിൽ നിന്ന് പല തലത്തിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഒരു ചെറിയ ഭാഗത്ത് അടർത്തി മാറ്റിയാൽ പോയാൽ എന്ത് സംഭവിക്കും? ഈഴവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ആഫ്രിക്കയിലെ ചെറിയ ചെറിയ മതങ്ങളുടെ അവസ്ഥ, അവരൊന്നെങ്കിൽ ഇസ്ലാം വീങ്ങി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി വീങ്ങി. അതിനെക്കാട്ടും നല്ലത് ഈ ട്രഡീഷൻ്റെ ഭാഗമായി നിൽക്കല്ലേ. ഈ ഹിന്ദുയിസത്തിന് ഹിന്ദുമതത്തിന് ഏറ്റവും വലിയ ക്രിട്ടിക് അംബേദ്കർ ആയിരുന്നു. അംബേദ്കർ ഈ പ്രതിഷേധത്തിനുമായ മതമാകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമോ ക്രിസ്ത്യാനിയോ അല്ലല്ലോ ആയത്. അദ്ദേഹം ആരായത്? അദ്ദേഹം ബുദ്ധനായത്. ഈ ട്രഡീഷൻ്റെ ഭാഗമാണ് ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. ഗുരുദേവൻ്റെ ഈ ദർശനങ്ങൾ ബുദ്ധിസ്റ്റ് സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. അപ്പം മാത്രമല്ല, പണ്ട് ഞാനിപ്പോൾ ചേകോമാരെ പറ്റി മാത്രമാണ് പറഞ്ഞത്. വൈദ്യന്മാർ ഈ ഓർത്തൂസ് മലബാറിക്കസ് എന്നുള്ള നമ്മുടെ നാട്ടിലെ വിജ്ഞാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് കാണുന്ന അത്രയും പെട്ടെന്ന് അലോപ്പതി വളർന്നിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള നോളജ് കൊണ്ടുപോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓർത്തൂസ് മലബാറിക്കസ് ആയി അവിടെ പ്രസിദ്ധീകരിക്കുകയും അതിൽ ഫർദർ റിസർച്ച് നടക്കുകയും അങ്ങനെയാണ് ഈ ആയുർവേദ അലോപ്പതി ഈ രീതി പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ റൂട്ട് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അപ്പോൾ അതിൽ ഈ പോർച്ചുഗീസുകാർക്ക് ഇത് പറഞ്ഞു കൊടുത്തതിൽ, ഈ നോളജ് പറഞ്ഞു കൊടുത്തതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇട്ടി അച്യുതൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര്, ഒരാൾ ഈഴവനാണ്. ഇപ്പോഴും അതിശക്തമായ ഈഴവ മെഡിസിനൽ ട്രഡീഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈഴവന്മാർക്ക് മാത്രമേ അറിയാതെ ഉള്ളൂ, ഇവരുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ വൈദ്യന്മാരെങ്ങനെയാണ് ഈ ഔട്ട്കാസ്റ്റ് ആവുക? ഔട്ട്കാസ്റ്റിന് എങ്ങനെയാണ് വൈദ്യന്മാരാവുക? അപ്പോൾ ഒരു ഗന്ധത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് പ്രത്യേക കോണ്ടക്സ്റ്റിൽ വന്നതാണ്, ഉത്തരേന്ത്യൻ കോണ്ടക്സ്റ്റിൽ വന്നതുമാണ്. അത് പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷെ അത് വിചാരിച്ച് അങ്ങനെയല്ല ഇവിടെ പ്രാക്ടീസ് ചെയ്യപ്പെട്ടത്. അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് ശ്യാംകുമാറിനെ കണ്ട് നന്നായി ഗുരുദേവൻ അറിയുണ്ടാവുമല്ലോ. ഗുരുദേവൻ ഇത് പറയാത്തത്. എന്നിട്ട് ഈ ശ്യാംകുമാറിൻ്റെയൊക്കെ പ്രസംഗം കേട്ടിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഹിന്ദു അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഉപയോഗപ്പെടുത്തുന്ന ആരാണ്? ജമാഅത്തെ ഇസ്ലാമിക്കാലും ഇവാഞ്ചലിസ്റ്റുകൾ. ഈ പ്രശ്നം ഇപ്പം ഉണ്ട്. RSS വരെ പിടിക്കാൻ നടക്കുന്നു എന്നുള്ളത്. RSS സ്വാഭാവികമായിട്ടും അവർ ഹിന്ദു ഫോൾഡിൻ്റെ ഭാഗമായിട്ട് നിലനിർത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഈഴവ ഐഡൻറ്റിറ്റിയെ നശിപ്പിക്കാൻ അവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരിക്കലും ഒരുത്തനും പിടികൊടുക്കാത്തൊരു സാധനമാണ് ഈഴവ ഐഡൻറ്റിറ്റി. കാരണം ഇവിടെ ബ്രാഹ്മണിസം വന്നപ്പോഴും അവർ അതിൽ നിശബ്ദമായിട്ടുള്ള മിലിറ്റൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് ഇതിനാങ്ങി പോയി പണിയൊക്കാൻ പറയും. അതാണ് ഈഴവന്മാരുടെ സ്വഭാവം. അതുകൊണ്ട് അവിടെ വലിയ ഇവിടെ ഇല്ല എന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യും. സ്വന്തം കാര്യം കൃത്യമായി എന്താ പറയുക നേടിയെടുക്കുകയും ചെയ്യും. ഇവിടെ ആ ഒരു ഇൻലാൻഡ് ട്രേഡ് അറബികൾക്കും യൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഈ ആവശ്യമായിട്ടുള്ള പലവ്യഞ്ജനങ്ങളും അത് ശേഖരിച്ചു കൊടുത്ത് ഇൻലാൻഡ് ട്രേഡ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈഴവനും ചെട്ടിയാന്മാരുമായിരുന്നു. അവർ അവിടെ പിന്നെ കൊങ്കിണീസും പോർച്ചുഗീസുകാരോട് ചെന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് മേടിച്ച് ഇവർ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഇവർക്കൊന്നും കടലടക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഒരു കാര്യം. അപ്പോൾ സാമൂഹിക പ്രതിസന്ധി അതാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഈഴവർ ഒരു ബ്ലോക്കായിട്ട് ഒരു പുതിയ ബോധത്തിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ സംഘടിക്കപ്പെട്ട സമയത്ത് അവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കാരണം ഈഴവർ നല്ല പങ്കും ഈ ചെത്ത് തൊഴിലാളികളെ കർഷക തൊഴിലാളികളായിരുന്നു. ഈഴവർ കൂടുതൽ സമ്പന്നർ കോൺഗ്രസ്സുകാരുമായിരുന്നു. അപ്പോൾ ഈ ഈഴവരുടെ ശത്രുപക്ഷത്തുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ മുതലാളിമാരെന്ന് പറയുന്നത് നായരും ക്രിസ്ത്യാനിയും മുസ്ലിമും മാത്രമായിരുന്നില്ല. അതിൽ ഈഴവ മുതലാളി ആലങ്കോട് ഷാനാനെ പോലെയുള്ള ഈഴവ മുതലാളിമാരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അവർ കോൺഗ്രസ്, അതുകൊണ്ടാണ് ഈ വർക്കലയൊക്കെയുള്ള പ്രധാനപ്പെട്ട കുടുംബങ്ങൾ ഈഴവ കുടുംബങ്ങൾ കോൺഗ്രസ്സുകാരാണ്. നോക്കിയാൽ മതി. വർക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയ. ഈ പൈസക്കാരി ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയ വർക്കല, കൊല്ലം ആ ഒരു ബെൽറ്റാണ്. അവിടെ ഇവർ കോൺഗ്രസ്സുകാരാണ്. അവിടെ സാധാരണക്കാരായ ഈഴവരാണ് അവരുടെ CPM-ൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ തൊഴിലാളി പ്രസ്ഥാനം അത് വർഗപരമായിട്ടാണ് ഒരു CPM-ൻ്റെ കൂടെ വന്നത്. അല്ലെങ്കിൽ ജാതീയമായി നോക്കുകയാണെങ്കിൽ ഗുരുദേവൻ്റെ കൂടെയുള്ള മഹാഭൂരിപക്ഷ ആളുകളും കോൺഗ്രസ് ആയിരുന്നു. കൃഷ്ണനാണ് ബൈലാരവിയുടെ അച്ഛനാണെങ്കിലും ബാക്കി ഗുരുദേവൻ്റെ കൂടെയുള്ള ആളുകൾ നോക്കൂ, മഹാഭൂരിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. ടി കെ മാധവനായിരുന്നു. അപ്പം ആ സമയത്ത് അവരെടുത്ത ചോയ്സാണ്. അത് വർഗപരമായ ചോയ്സാണ്. ഈഴവരിലെ ഭൂരിപക്ഷം സാധാരണക്കാരായ ആളുകൾ. അത് അവർ മാത്രമല്ല, നായന്മാരിലെ സാധാരണപ്പെട്ട ആളുകളും
ആരായിരുന്നു ഈ പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന താഴെത്തട്ടുന്ന നായന്മാർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ പഴയ കമ്മ്യൂണിസ്റ്റുകാരിൽ നല്ലൊരു പങ്ക് നായന്മാരാണ്. വെറുതെ എല്ലാം നായന്മാർ നേതാവായത്. ഒന്ന് ഉണ്ടുപടുത്ത നായർ ബ്രാഹ്മണ കുടുംബത്തിൽ വന്ന് ജനങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് വിചാരിച്ച് ബിൽഗേറ്റ്സിനെയൊക്കെ പോലെ വന്നിട്ടുള്ള EMSനെ പോലെ നായനാനെ പോലുള്ള ആളുകൾ. 2 താഴെത്തട്ടിലുള്ള ഈ വലിയ നായന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കാണിക്കാരെന്നൊക്കെ പറയുന്ന സാധാരണ നായന്മാരുണ്ടായിരുന്നു. അവരും എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റായിരുന്നു. നിങ്ങൾ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അരുന്ധതി റോയുടെ ഗോൾഡസ് മോളത്തിങ്കിൽ ഒരു നായരുണ്ട്. അയാൾ പാവപ്പെട്ട നായരാണ്. അയാൾ കമ്മ്യൂണിസ്റ്റത്തിലൂടെയാണ് അയാൾ രക്ഷപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പം അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വർഗപരമായ ഐക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇവരെ കൊണ്ട്. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിൽ MLA-മാരൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പങ്ക് നായന്മാരാണ്. കാരണം നായന്മാർക്ക് ഈഴവരെക്കാട്ടും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പിന്നെ കാസ്റ്റ് വേൾഡ് കോച്ചിനും വോട്ട് അവർക്ക് സമാഹരിക്കാൻ പറ്റും. 70 വോട്ട് ഓൾറെഡി കിട്ടും, നായർ വോട്ടും കൂടി കിട്ടും. അതായത് ഇപ്പം M. ഗോവിന്ദനാഥൻ മത്സരിക്കുമ്പോൾ ഓൾറെഡി 70 വോട്ട് കിട്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയിൽ. നായർ വോട്ട് അദ്ദേഹത്തിന് ആ രീതിയിൽ കൊണ്ടുവരാനും പറ്റും. അത് ശരിയാണ്. പിന്നെ NSSും പല ഘട്ടങ്ങളിലും ഈ പറയുന്ന LDF സ്ഥാനാർത്ഥികളെ സഹായിച്ചിട്ടുണ്ട്, നായർ സ്ഥാനാർത്ഥികളെ സഹായിച്ചിട്ടുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല. 57 സഹായിച്ചിട്ടുണ്ട്, പല സമയത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്നതാണ് പ്രശ്നം. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ നല്ല ഉദ്ദേശമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ സത്യത്തിൽ അവർ മറ്റാർക്കോ വേണ്ടി അവരറിയാതെ വിടുമണി ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു 80-കൾ 90-കൾ വരെ ബേസിക്കലി ഈഴവ ഡോമിനേഷനുള്ള പാർട്ടിയായിരുന്നു. അണികളുടെ കൂട്ടത്തിൽ ലീഡർഷിപ്പിൽ നായേഴ്സ് ഉണ്ടായിരുന്നു, ഈഴവാസ് ഉണ്ടായിരുന്നു. 90-കൾക്ക് ശേഷം മുസ്ലിംസിൻ്റെ അസേഷൻ തുടങ്ങി കേരളത്തിൽ, അല്ലെങ്കിൽ അസേഷൻ തുടങ്ങി. അതോടുകൂടി ഒരുപാട് മുസ്ലിങ്ങൾ ഈ ഷബാനോ കേസോടൊക്കെ കൂടിയിട്ട് ഉൽപ്പതിഷ്ണുക്കളായ മുസ്ലിങ്ങൾ LDF CPM-നോട് ആഭിമുഖ്യം കാണിച്ചു. ഇതിനിടയ്ക്ക് വേറൊരു പ്രോസസ്സ് സംഭവിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ഈ ഇഴവരുടെയും ഏതാണ്ട് സ്വഭാവം ഒരുപോലെ. രണ്ടുപേരും കച്ചവടക്കാരാണ്. പിന്നെ ബാക്കിയുള്ളവർ ചെറിയ തൊഴിലൊക്കെ ചെയ്യും. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കച്ചവടത്തിലൂടെ പതുക്കെയാണ് കയറി വന്നത്. ഈഴവനും പതുക്കെയാണ് കയറി വന്നത്. ഇവർക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യാനന്തരം ഗവൺമെൻറ്റുകളുടെ സപ്പോർട്ട് കേരളത്തിൽ കിട്ടുന്നുണ്ടായി. ഈഴവനും കിട്ടുന്നുണ്ടായി, മുസ്ലിമിനും കിട്ടുന്നുണ്ടായി. എന്നാൽ ഗൾഫ് ബൂം മലയാളികളെ ഭയങ്കരമായിട്ട് മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിച്ചു. അപ്പോൾ അങ്ങനെ അത് മുസ്ലിംസ് പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി. ഈഴവനെ സംബന്ധിച്ച പ്രധാനമായിട്ടും ഗവൺമെൻറ് ജോബും അബ്കാരി പണിയും ഇതൊക്കെയാണ് ഈഴവരുടെ പ്രധാനപ്പെട്ട പരിപാടികൾ. അതെ. പിന്നെ കേരളത്തിലെ 90-കൾക്ക് ശേഷം ശക്തമായിട്ടുള്ള ഗുണ്ടായി അംഗങ്ങളിൽ ഒരു ഭാഗത്ത് ശക്തമായി ഈഴവ പ്രാതിനിധ്യം കാണാൻ പറ്റും. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടൊരു ജോലിയല്ലല്ലോ. പ്രധാനപ്പെട്ട പല ഗുണ്ടകളും ഈഴവന്മാരായിരുന്നു, ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബേസിക്കലി ചേകോമാരുടെ ട്രഡീഷനാണ്. അതും ചോദ്യം ചെയ്യാൻ മടിയില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സപ്പോർട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ട് കിട്ടും. കാരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബേസിക്കലി അടിച്ചാൽ തിരിച്ചടിക്കണം എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ. അപ്പം ഇതിൻ്റെ പക്ഷേ മുസ്ലിംസ് പെട്ടെന്ന് കയറി പോകുന്നു. എന്നാൽ ഈഴവർക്ക് അത്രത്തോളം കയറാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് ജോബുകളിൽ മുസ്ലിം സോഷ്യൽ മൊബിലിറ്റിയിൽ ഈഴവർ കൂടുതൽ വരുന്നുണ്ട്, മുസ്ലിങ്ങൾ അത്ര വരുന്നില്ല. പക്ഷേ സാമ്പത്തികമായി നോക്കുമ്പോൾ ഗൾഫ് പണത്തിൻ്റെ സ്വാധീനത്തിൽ മുസ്ലിംസ് അതിവേഗം കയറി പോകുന്നു. ഏതാണ്ട് ഇവരുടെ അതേ സ്റ്റാറ്റസ് തന്നെ, അപ്പം ഈഴവരുടെ അതേ സ്റ്റാറ്റസ് തന്നെ പല സ്ഥലത്തും മുസ്ലിങ്ങൾക്കുള്ളത്. നിങ്ങൾ തെക്ക് നോക്കിയാൽ ഈഴവരും മുസ്ലിം തമ്മിലൊരു ബന്ധമുണ്ട്. മലബാറിലാണ് നായരും മുസ്ലിം തമ്മിലുള്ള ബന്ധം. അതെ. തെക്ക് ഈഴവനും മുസ്ലിം തമ്മിലാണ് പൊതുവേ ഒരു ബന്ധമുള്ളത്. അപ്പം ഇവർ പെട്ടെന്ന് കയറിപ്പോയ സമയത്ത് പാർട്ടിയുടെ പല തലങ്ങളിലും പല കാര്യങ്ങളും കൊണ്ട് അത് VS-ൻ്റെ സമയത്ത് ആരിഫിനെയൊക്കെ പോലുള്ള ആളുകൾ പാർട്ടിക്കാരായി വരുന്നു. പിണറായിയുടെ സമയത്താണെങ്കിൽ പ്രത്യേക പരിഗണന കൊടുത്ത് മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ സ്ഥാനാർത്ഥികളായിട്ട് മുസ്ലിംസ് കൂടുതലായിട്ട് വരുന്നു. തങ്ങൾ കഷ്ടപ്പെടുകയും മുസ്ലിംസ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ഫീല് ഈഴവന്മാർക്കുണ്ടായി ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു എതിർപ്പുണ്ടാവുകയും അതേസമയം വേറൊരു സംഭവം സംഭവിച്ചു. ഉത്തരേന്ത്യയിൽ ഒരു ബ്രാഹ്മൺ പാർട്ടി എന്നുള്ള ഇമേജിൽ നിന്ന് ഗോവിന്ദാചാര്യയുടെയൊക്കെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരു OBC പാർട്ടി എന്ന രീതിയിൽ BJPക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ OBC-മാരെ മുഖ്യമന്ത്രിയാക്കിയത് ഏറ്റവും കൂടുതൽ ദളിത് OBC-കാർക്ക് സ്ത്രീകളായ OBC-കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഉമാഭാരതി ഉൾപ്പെടെയുള്ള ആളുകളെ മുഖ്യമന്ത്രിയാക്കിയത് BJP-ആണ്. അതിന് മാത്രമല്ല 90-കൾ തൊട്ട് ലോക്സഭാ ഇലക്ഷനിൽ ഈ ദളിത് സംവരണ സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ ജയിച്ചു വരുന്നത് BJP-ആണ്. മാത്രമല്ല ഇവരുടെ രാജുഭായ് എന്ന് പറഞ്ഞിട്ട് RSS-ൻ്റെ സത്സംഗ് ചാലക് ബേസിക്കലി ഒരു OBC വിഭാഗക്കാരനായിരുന്നു. ഇതൊരു ഭയങ്കര ഓപ്പറേഷനായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഔട്ട്റീച്ചും ആ രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു ന്യൂ ജനറേഷനിൽപ്പെട്ട ഈഴവരുടെ ഇടയിൽ ഇപ്പോഴത്തെ ഒരു മുസ്ലിംസ് ഇതെല്ലാം കീഴടക്കുന്നുള്ള ഫീല് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണ് ഇതിലും കൂടുതൽ മുസ്ലിം മന്ത്രിമാർ LDF മിനിസ്ട്രിയിൽ വേണ്ടതാണ്, അതില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഫീല് വരിക, പക്ഷേ ഫീൽ സ്ട്രോങ് ആണ്. അത് BJP നന്നായി ഹാർനസ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല നരേന്ദ്രമോദിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ശിവഗിരി സന്ദർശനം, അതുപോലെ BDJS എന്നുള്ള പാർട്ടി, BDJS ആദ്യം അടിയിൽ കൊടുത്ത കോൺഗ്രസ്സിനാണ്.
ഈ ബ്രാഹ്മണ ഈഴവന്മാരെ പതുക്കെ എന്ത് ചെയ്തു, PDJS അടച്ചു മാറ്റിയ സമയത്ത് അതോടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ തുടർഭരണം പോകാൻ ഒരു കാരണം അതാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ബേസ് അങ്ങ് പോയി കിട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിന് ശേഷമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെയൊക്കെ സമയത്താകുമ്പോഴേക്ക് ഹിന്ദു ഈഴവന്മാരുടെ കൂടി അവർ സ്വാധീനിക്കാൻ തുടങ്ങി. അതാണ് ആലപ്പുഴയിലൊക്കെ കണ്ടത്. ആലപ്പുഴയിൽ ഒന്ന് ഹരീഫിനെ തോൽപ്പിക്കാൻ വേണ്ടി പാർട്ടിക്കാർ തന്നെ വലിച്ചിട്ടുണ്ട്, അത് വേറൊരു കാര്യം. എങ്കിൽ പോലും തൃശ്ശൂരും ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഇവിടെ മുരളീധരൻ മത്സരിച്ച നിങ്ങളുടെ മണ്ഡലം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലും ഇഴവ വോട്ടുകൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അത് അധികം നോക്കിയാൽ ട്രഡീഷണൽ ഇഴവ വോട്ടുകളല്ല, ന്യൂ ജനറേഷൻ ഇഴവ വോട്ടുകളാണ് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവുക. ഇത് പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈഴവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പുതിയ ഈഴവരെ പറ്റി പറയുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ വെള്ളാപ്പള്ളി പറയുന്നൊരു കാര്യം അവർ ഇങ്ങോട്ട് പറയും, നമ്മൾ ഇത്രയും കാലം മറ്റുള്ളവരെല്ലാം മതം നോക്കി വോട്ട് ചെയ്തു, ജാതി നോക്കി വോട്ട് ചെയ്തു, നമ്മൾ ചിഹ്നം നോക്കി വോട്ട് ചെയ്തു, ഇനി അത് വേണ്ട, ഇനി നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കട്ടെ. ഈ ഒരു യാഥാർത്ഥ്യം വൈകിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം മനസ്സിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മുസ്ലിം ഭാഗത്തു നിന്ന് പ്രഷറിന് ഇപ്പം പിണറായി വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, 50 ഉൾപ്പെടെയുള്ള ആളുകൾ. അതേസമയം തന്നെ ഹിന്ദു ഐഡൻറ്റിറ്റിയെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിനെ ഹനിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയത്തിലാണെങ്കിൽ പോലും ഗോവിന്ദ മാഷ പോലെ ബുദ്ധിജീവി ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞത്. ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടെ ഈഴവർ കൂടെ നിൽക്കുന്നതാണ് പ്രതീക്ഷ, പക്ഷേ സംഭവിച്ചില്ല, അടപടലം പോയതാണ്. അപ്പോൾ ഇത് പാർട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പുതിയ. അപ്പോൾ ഈ തിരിച്ചറിവുള്ള പാർട്ടിയും എന്നാൽ പഴയ ശീലങ്ങൾ മാറ്റാൻ ഒരുങ്ങി നിൽക്കുന്ന ഇഴവ കമ്മ്യൂണിറ്റിയിലെ യങ് ജനറേഷനും സ്ത്രീകളും ഇവർ തമ്മിലുള്ള ഒരു ബലാബലമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളച്ഛനെന്ന് എന്ത് തല പോകുന്നാലും അരിവാൾ ചുറ്റിയൊക്കെ അല്ലാതെ വോട്ട് ചെയ്യില്ല, മൂപ്പരൊക്കെ വിട്. ലിയോയ്ക്ക് ശേഷം വന്ന പിള്ളേർ സ്ത്രീകളും നിങ്ങൾ അമ്മേൻ്റെ ജനറേഷനല്ല, ഇപ്പോൾ 40-ലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾ, താഴോട്ടുള്ള സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല. മോർ ഓവർ ദേ ആർ ആക്ച്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ നരേന്ദ്രമോദി ആൻഡ് ദ ഹിന്ദുത്വ ഐഡിയോളജി. ദിസ് ഈസ് എ പ്രോബ്ലം ദാറ്റ് ദ പാർട്ടി ഈസ് ഫേസിങ് നൗ. ഓക്കെ, അപ്പോൾ കാരണം നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞ വളരെ ശരിയാണ്. അതായത് പഴയ CPMകാരോട് പറഞ്ഞാൽ നിങ്ങൾ മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ പറയും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിയായി ജീവിച്ചു, അങ്ങനെ മരിക്കും, ഇനിയിപ്പോൾ എന്ത് അപകടന എന്ത് അപകടന നേരിട്ടാലും എത്രത്തോളം ഒതുക്കി നിർത്തിയാലും അങ്ങനെ ചെയ്യൂ, കിടക്കണം. അതെ, പക്ഷേ പുതിയ പിള്ളേർക്ക് അതില്ല, ഇല്ല. അതാണ് പ്രശ്നം. അവിടെയാണ് ഈ പാർട്ടി അസേർട്ട് ചെയ്യേണ്ടി വരുന്നത്. പുതിയ പിള്ളേർ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ മുസ്ലിം പയ്യന്മാർ ഡ്യൂക്കിൽ വരുന്നു, അവരിങ്ങനെ പറന്ന് കിടക്കുന്നു, DYFIയിലും അവർ മുന്നിൽ, ഇവർ ആ പടാസ ഈ പാർട്ടിയാണ്, അവിടെ അവർ മുന്നിൽ വരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവർ പോസ്റ്റർ ഒട്ടിക്കാനൊന്നും അധികം വരുന്നില്ല, ഈ പൈസ ആണ്. പാർട്ടി അവരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് അതിനൊന്നും ശേഷിയില്ല. നമ്മളെ പയ്യന്മാർ ഇവിടെ സെക്കൻഡ് ഹാൻഡ് സ്പെൻഡറൊക്കെ മേടിച്ച് വരുമ്പോൾ ഇവരെ മുന്നിൽ പിടിച്ച് വെക്കാൻ പറ്റുന്നില്ല. ഇത് ചിന്താഗതിയാണ്. ഇത് ഇഴവൻ്റെ നായന്മാരുടെയാണ്. പക്ഷേ നായന്മാരുടെ ഈ ചിന്താഗതി അധികം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ CPMനെ വലിയ തോതിൽ ബാധിക്കില്ല. ഈഴവരുടെ വന്ന് CPMനെ ബാധിക്കും, വളരെയണ്ടങ്ങ് ബാധിക്കും. എനിക്കൊന്നു മറുവശത്തേക്ക് കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, UDF വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ വളരെ മുന്നേ തന്നെ അവർ ഒരു അവഗണന നേരിടുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. R. ശങ്കറിന് ശേഷം അതിന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം. ഈഴവന് നല്ല പങ്ക് അവരുടെ കൂടെ ഇല്ല, ഒരു എലീറ്റ് മാത്രമേ ഉള്ളൂ. ആ എലീറ്റിന് പ്രധാനമായും ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് കള്ള് വ്യവസായം, ഹോട്ടൽ വ്യവസായമൊക്കെയാണ്. അത് കോൺഗ്രസ് സംരക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിനെ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഇവരാരേക്കാട്ടും ലീഡർ കഴിഞ്ഞ ഏറ്റവും തല മുതിർന്ന നേതാവ് ആരാണ്? വയലാർ രവിയാണ്. എന്തിനും പോകുന്ന നേതാവാണ്. മാത്രമല്ല സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അങ്ങേർക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. എന്നിട്ട് പോലും ഹിന്ദു ആയതുകൊണ്ട് അങ്ങേര് ഒതുക്കപ്പെട്ടു. മൈനോറിറ്റിപ്പെട്ട ആളായതുകൊണ്ട് അങ്ങേര് മറ്റേ ആൾ കയറിപ്പോയി, ആൻ്റണീനെ കൊണ്ട് ഒരാളെ പോലും ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളൂ. മോൻ പോലും ഈ പാർട്ടിയിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. വയലാർ രവി അങ്ങനെയല്ല, കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കും. അപ്പോൾ വേറെ ഇവിടെയൊക്കെ IITCക്കാൻ അടി കിട്ടിയാലും പോർട്രസ്റ്റ് ഇപ്പോഴും വയലാർ രവീൻ്റെ കൂടെയാണ്. അതാണ് വയലാർ രവിയുടെ ഇമ്പോർട്ടൻസ്. അങ്ങനെ വയലാർ രവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരിക്കൽ പോലും പരിഗണിച്ചില്ല. തന്ത്രപരമായ ഒരു പിഴവാണ്, സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അന്ന് അത് പറയാനും ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ വയലാർ രവിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ പോലും ഇതൊരു ബുദ്ധിജീവി സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും പല ബുദ്ധിജീവികളും സംസാരിക്കാൻ മതി. എന്തുകൊണ്ടാണ് കേരളത്തിൽ നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിമാർ എന്ന് നമ്മൾ ജയശങ്കർ സാർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിൽ വയലാർ രവി വരാത്തത്? അതെ, അതാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് വയലാർ രവിനെക്കാട്ട് എന്ത് മേന്മയാണ് മാണി സാറിനുള്ളത്? മാണി സാറിന് കുറേയൊക്കെ നമ്മൾ ഊതി ഒപ്പിച്ച മേന്മയാണ്. വയലാർ രവി അതല്ലേ, ഫൈറ്ററാണ്.
ഒട്ടേറെ ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇവരൊക്കെ ഈ പറയുന്ന ആന്റണിയൊക്കെ ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അതായത് അമ്മയും അച്ഛനും ഫൈറ്റേഴ്സ് ആയിരുന്നു, ഭാര്യ വലിയ ഫൈറ്ററാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനിക്ക് തോന്നുന്നു ഈ ആർ ശങ്കർ എപ്പിസോഡിന് ശേഷം ഇങ്ങോട്ട് ഈഴവ വിഭാഗത്തിനൊരു ഒരു 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 തോന്നലുണ്ടായി, UDF-നൊപ്പം നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ UDF നമ്മെ പരിഗണിക്കില്ല എന്നൊരു. കോൺഗ്രസ് അതിന് പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിന് അന്നുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. ആർ ശങ്കറിനെയും അന്നത്തെ അപ്പൂപ്പനെയും ഈ രാഷ്ട്രീയക്കാർ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു ക്ഷുദ്രജീവി, അത് മിക്കവാറും ഹിന്ദു ആയിരിക്കുകയില്ല, കൂടുതലൊന്നും പറയുന്നില്ല, ഇവർ പറഞ്ഞു തെറ്റിച്ചു. ഇവരൊന്നിച്ചത് ഹിന്ദു മുന്നണി എന്ന സംഭവിച്ചത് ആ വലിയ സംവിധാനമായിരുന്നു. ആദ്യം അവർ രണ്ടുപേരും ഒരുമിച്ച് ഇവർ രണ്ടുപേരും ഇവന്മാർ പറഞ്ഞു തെറ്റിച്ചു, ഈ രാഷ്ട്രീയക്കാർ. എനിക്ക് തോന്നുന്നത് അവരുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം, അല്ലേ? അവരുടെ കാര്യം നടക്കില്ല. അപ്പോൾ ഇവരുടെ ചെവി നിന്നു, ഇവരെ തെറ്റിച്ചു. ഇതോടുകൂടി എന്ന് വെച്ചാൽ നായർ കമ്മ്യൂണിറ്റി പൊതുവേ ഒരു കോൺഗ്രസ് ആണല്ലോ, ആ ദേഷ്യവും കൂടി എന്ത് സംഭവിച്ചു, ഈ പിന്നെ കോൺഗ്രസ് നകലാൻ കാരണമായി. മാത്രമല്ല ആ ശങ്കറിനെ പിന്നെ കോൺഗ്രസ് വലിയ രീതിയിൽ ആഘോഷിച്ചതുമില്ല. അവസാനം മോഡി വരേണ്ടി വന്നു കോൺഗ്രസ് ആ ശങ്കറിനെ ഏറ്റെടുക്കാൻ. ശരി, അങ്ങനെ ഒരു പ്രശ്നം വന്നു. എന്നിട്ട് പോലും ഈ ബ്രാഹ്മണ ഈഴവരെന്ന് പറയുന്ന വർക്കല പിന്നെ കണ്ണൂർ ഗ്യാങ് എന്ന് വേണമെങ്കിൽ പറയാം, ഇവരാണ് അതിൻ്റെ ഒരു കോർ. അവർ കോൺഗ്രസിന് കൂടെ തന്നെയാണ് BDJS വരുന്നവരെ നിന്നത്. BDJS വന്നോട് അവർ പോയതോടുകൂടി കോൺഗ്രസ് അത് എൻ്റെ സിഗ്നിഫിക്കൻസ് അന്ന് ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ തെക്കുള്ള പല സ്ഥലങ്ങളിലും, തെക്കല്ല തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിലും UDF ജയിക്കുന്നത് 5000 വോട്ടിനാണ്. ഈ 5000 വോട്ടിൽ 2000-3000 വോട്ട് ഈ ബ്രാഹ്മണ ഈഴവൻ്റെ വോട്ടുണ്ട്. അത് പോയതാണോടുകൂടിയാണ് ഈ തെക്കുള്ള സീറ്റുകൾ കിട്ടാതാവുന്നു. ലീഗിൻ്റെ കൊല്ലം, തിരുവനന്തപുരം, തിരുവനന്തപുരം മാത്രമല്ല തൃശ്ശൂരില്ലേ, തൃശ്ശൂരിലും ഉണ്ട്. തൃശ്ശൂർ വലിയ കച്ചവടക്കാരായിട്ട് ഈഴവരുള്ള സ്ഥലമാണ്. മറ്റേ മെഡിമിക്സ് അനൂപ് ഈ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എപ്പോഴാണെന്ന് വെച്ചാൽ ലീഗിന് 10-20 സീറ്റ്, പിന്നെ കോൺഗ്രസ് നേടുന്ന സെൻട്രൽ ട്രാവൻകൂറിലെ കുറേ സീറ്റുകൾ, പിന്നെ ഈ കോൺഗ്രസ് നേടാൻ ബുദ്ധിമുട്ടുള്ള ഈ പറയുന്ന കൊല്ലം, ആലപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ ഇടുക്കി പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇഴവ ബെൽറ്റുകളുണ്ട്. അവിടെ ഒരു 2000-3000 എന്തുണ്ടാവും, ബ്രാഹ്മണ ഇഴവ സ്വാധീനമുള്ള വോട്ടുണ്ടാവും. കരയോഗ ഇഴവരെന്ന് വേണമെങ്കിൽ പറയാം, ശാഖാ ഇഴവർ. അവരെ വോട്ട് പൊതുവെ LDF-ന് കിട്ടില്ല. LDF സാധാരണ ഇഴവൻ്റെ വോട്ടാണ് കിട്ടുക, ഇത് കോൺഗ്രസിന് കിട്ടുന്ന. ഇതാണ് വെള്ളാപ്പള്ളി BJP-യിലേക്ക് കൊണ്ടുപോയത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും BJP-യിലേക്ക് വലിയൊരു ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ് ഈ രണ്ട് വശത്തും, അതായത് LDF-ലായാലും UDF-ലുള്ള പ്രതീക്ഷ നേരത്തെ നഷ്ടപ്പെട്ടു. LDF-ൽ ഇപ്പോൾ തങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല, തങ്ങൾ അപ്രസക്തരായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നലുമുണ്ടായി. അതോടുകൂടിയാണ് ഈ BJP-യിലേക്കുള്ള ഒരു ഒഴുക്ക്. BJP-യിൽ വേറൊരു പ്രശ്നമുണ്ട്. BJP-യിൽ ഇപ്പോഴും അതിശക്തമായ ജാതീയതയുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ കണ്ണെടുത്ത ഏവരുണ്ട്, ഈഴവ നേതാക്കന്മാരെ കണ്ണെടുത്ത നായർ നേതാക്കന്മാരുണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. അത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഉള്ളിൽ വലിയ പ്രശ്നമുണ്ട്. ജാതി സ്പിരിറ്റ് അവിടെ, ജാതി സ്പിരിറ്റ് ഒന്നല്ല, ഓരോരുത്തരുടെ മുൻവിധികളുടെ പ്രശ്നമാണ്. അല്ലാതെ RSS എന്തുകൊണ്ട് ജാതി? ഇത് മുൻവിധികളുടെ പ്രശ്നമാണ്. അവൻ നായരാണ്, ഇവൻ ഈഴവനാണ്, ഇവൻ നമുക്ക് ഇടപെടി, അവൻ നമുക്ക് ഇടപെടി. പിന്നെ പ്രധാനമായിട്ട് സീറ്റുകൾ കിട്ടുന്നതിൻ്റെ കാര്യത്തിലുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ മണ്ണൊലിച്ചു പോയതിനു ശേഷമാണ് തിരിച്ചറിയുന്നത്. പോയതിന് ശേഷം CPM-ന് ഗുണമെന്ന് വെച്ചാൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരതിൻ്റെ ഒരു റെമഡിയൽ മാർഗങ്ങളുടെ തിരക്കിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം പിണറായി വിജയനെയൊക്കെ പിടിച്ചിട്ട്, അതുപോലെ തന്നെ CPM ഗോവിന്ദ മാഷൊക്കെ പിടിച്ചിട്ട് ചില ചാനലുകാർ, ഇപ്പോൾ മുസ്ലിം ചാനലുകാർ ഇപ്പം പിടിച്ചിട്ട് RSS-രാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ പിണറായി വിജയൻ ഭയങ്കര നല്ല മനുഷ്യനെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആൻറ്റി പിണറായിയാണ്. മണ്ടന്മാർക്ക് അന്നുകൂടാത്തണ്ടാണ്. പിണറായി ഈ ഒരു നിലപാട് ഇപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോകും. ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ വരാൻ പോകുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ തകർച്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ തകർച്ച വന്നാലും ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യപ്പെടും, ഒരു കലാപം വന്നാലും ഏതാണ്? മുസ്ലിംസാണ്. കാരണം ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളുള്ള മുസ്ലിങ്ങൾക്കാണ്. ഇപ്പോൾ ക്രിസ്ത്യൻസൊക്കെ കേരളത്തിൻ്റെ പുറത്തോ ഇന്ത്യക്ക് പുറത്താണ് ആദ്യം കച്ചവടം. മാത്രമല്ല ഹൈടെക് വ്യവസായം, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു കലാപം നടന്നാൽ പോലും ബഫറായിട്ട് ഇവിടെ കേരളത്തിലുള്ള വസ്തുവകകളെ ജീവനെ സംരക്ഷിക്കുന്ന CPM-ആണ്. പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദുക്കൾ തന്നെ ഏറ്റവും മിലിറ്റൻ്റ് വിഭാഗമായിട്ടുള്ള ഈഴവരുടെ ആരുടെ കൂടെയാണ്? ഈ പാർട്ടീൻ്റെ കൂടെയാണ്. ഈ പാർട്ടി എന്ന് വെച്ചാൽ ഒരു മോളിൽ നിന്നൊരു ഓർഡർ വന്ന ആ രീതിയിൽ നടപ്പിലാക്കുന്ന പാർട്ടിയാണ്. ഇത് തിരിച്ചറിയാതെയാണ് ഈ മുസ്ലിം സംഘടന ഇപ്പോൾ പിണറായിനെയും ഗോവിന്ദ മാഷയൊക്കെ BJP ആക്കാൻ നടക്കുന്നത്. അല്ല, ഇതിപ്പോൾ പൊതുവിലൊരു സംസാരമുണ്ട്, ഇപ്പോൾ ഈ BJP ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ വോട്ടിൻ്റെ ഒഴുക്ക്. അതൊരു വശത്ത് നടക്കുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ പിണറായി വിജയനും BJP നേതാക്കളും തമ്മിലുള്ള ധാരണ സംബന്ധിച്ചുള്ള ഇത് വരുന്നതും. കേരളത്തിൽ CPM-നെ അധികാരത്തിൽ നിലനിർത്താൻ BJP-യുടെ രഹസ്യ നീക്കങ്ങളുണ്ട് എന്ന് വിലയിരുത്തൽ വരുന്നത്.
അത് ബി ജെ പിൻ്റെ സ്ട്രാറ്റജി ആയിരിക്കും. അവരൊരു കാലത്തെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ സി പി എമ്മിനെ അധികാരത്തിന് പുറത്ത് വെക്കുക എന്നുള്ളത്. കാരണം ഇവർ അടി നടക്കുന്നത് സി പി എമ്മും ആർ എസ് എസും തമ്മിലാണ്. അപ്പോൾ സി പി എം ഭരിക്കുമ്പോൾ പോലീസിൻ്റെ സപ്പോർട്ട് ഇവർ കിട്ടില്ല, യു ഡി എഫ് ഭരിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ആർ എസ് എസിനെതിരെയുള്ള കേസുകൾ ഏറ്റവും കൂടുതൽ പിൻവലിച്ച് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് യു ഡി എഫ് ഭരിക്കുമ്പോൾ നോക്കിയാൽ മതി. ലീഡറാണെങ്കിൽ രമേശിൻ്റെ സമയത്താണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അന്ന് അവരെടുത്ത സ്ട്രാറ്റജി അതായിരുന്നു. ഇന്ന് കോൺഗ്രസ് ദുർബലമായി. മാത്രമല്ല ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പണ്ടത്തെ സി പി എം വിരോധം കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല പിന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. നല്ല രീതിയിൽ കൺസ്ട്രക്ഷനും ഈ പറയുന്നതിൻ്റെ മാതിരി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ബി ജെ പി തീരുമാനിക്കുന്നു എന്തെന്ന്, നീ ഞങ്ങൾ വോട്ട് വെക്കേണ്ട ബി ജെ പി തീരുമാനിച്ചത് അവരുടെ തീരുമാനമാണ്. അതിനിപ്പോൾ കോൺഗ്രസ്സുകാർ കഴിഞ്ഞു നടന്നൊരു കാര്യമുണ്ടോ? അല്ല, ഇതിപ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് പി എം ശ്രീ വിഷയത്തിൽ പോലും അവസാന നിമിഷം വരെയും സി പി എം അല്ല അത് ഇത്തിരി ഇതുകൊണ്ടാണ് വെറുതെ ഈ കേന്ദ്ര ഗവൺമെൻറ് എല്ലാതും തടഞ്ഞിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ ഫണ്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാ തടയുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. മാത്രം ഇന്നല്ല നാളെ നടപ്പിലാക്കേണ്ടി വരും. ഈ വർത്തമാനം പറയുന്നവന് വർത്തമാനം വന്ന് പോയാൽ നടപ്പിലാക്കുന്നവന് ഇതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. ഈ പുറത്തുനിന്ന് കളി കാണുന്നവരോ പെലെ അങ്ങനെ കയറി അല്ലെങ്കിൽ ഒമാരിയോ കയറിയില്ല, പിന്നെ എന്താണ് നമ്മളെ മെസ്സി ശരിയായില്ല എന്നൊക്കെ പറയാം. പക്ഷെ അവിടെ കളി മെസ്സിക്ക് അറിയാൻ അതിൻ്റെ ബുദ്ധിമുട്ട്. ഗാലറിയിൽ ഇരുന്ന് പറയാം, പക്ഷേ കളത്തിലിറങ്ങി കളിക്കാൻ പാടാണ്. വേറൊന്ന്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ തന്നെയും ഇപ്പോഴാണെങ്കിൽ തന്നെയും യു ഡി എഫിൻ്റെ പട്ടികയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ട് ഈഴവരായി എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. വളരെ ചുരുക്കം, എനിക്ക് തോന്നുന്നു 1-2 പേർ മാത്രമാണുള്ളത്. പക്ഷേ നമ്മൾ നേരെ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേയേറെ പേർ. അത് രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ ഉത്തരം. കാരണം എന്ന് വെച്ചാൽ ഈഴവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന താരതമ്യേന കുറവാണ്. അവർ എൽ ഡി എഫിനാണ് കൂടുതൽ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എൽ ഡി എഫ് കൂടുതൽ പ്രാതിനിധ്യം അവർക്ക് കൊടുക്കുന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്നതിനതിൽ കോൺഗ്രസ് അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് ഈഴവരെ എന്തെങ്കിലും കൊടുത്ത് ഈഴവരെ സംബന്ധിച്ചിടത്തോളം അവരെ മേടിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അത് സി പി എം ഉണ്ട്, ബി ജെ പി ആണെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്, റെഡിയായി നിൽക്കുകയാണ്. അപ്പം കോൺഗ്രസിന് കൂടെ അവർ നിൽക്കണം. കോൺഗ്രസ് അവരെ അതിൽ വലിയ എന്തെങ്കിലും കൊടുത്തിട്ട് ആകർഷിപ്പിച്ച് നിർത്തണം. അത് കോൺഗ്രസ് ചെയ്യേണ്ടത്. അതെ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും തിങ്ക് ടാങ്ക് എത്രത്തോളം സ്ട്രോങ് ആണ് അതിനനുസരിച്ചായിരിക്കും ഈ ഒരു ഒഴുക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാമോ? അതിന് തിങ്ക് ടാങ്കിന് വളരെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഉണ്ട്. പണ്ടത്തെ പോലെ വൈകാരികമായിട്ട് ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് വോട്ട് ചെയ്യലല്ല അത് ആളുകളെ ചെയ്യും. അപ്പം ആളുകൾ ആലോചിച്ചാണ് വോട്ട് ചെയ്യുന്നത്. അത് വ്യക്തിപരമായിട്ടുണ്ട്, കമ്മ്യൂണിറ്റി അനുസൃതമായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയനെ ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. കാരണം ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതെ വിടില്ല. കാരണം ഈ പ്രബല വിഭാഗമാണ് ഈഴവർ എന്ന് പറയുന്നത്. കാരണം ഇത്രയേറെ ജനസംഖ്യയുണ്ട്, ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. അല്ല, ഈ പ്രബല വിഭാഗം ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ സെക്യുലർ ആണെങ്കിൽ നിങ്ങൾ ഈഴവരെ നായരെ നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റില്ല. യു ഹാവ് ടു അഡ്രസ് ദ സെൻസിബിലിറ്റീസ്. എങ്കിൽ മാത്രമാണ് കേരളത്തിൻ്റെ കമ്മ്യൂണൽ ലൈനിൽ ഇരിക്കുള്ളൂ. കാരണം ഈഴവരും നായരും കമ്മ്യൂണലായി കഴിഞ്ഞാൽ നിങ്ങൾ മൈനോറിറ്റീസ് ഓൾറെഡി കമ്മ്യൂണലാണ്. ഇവർ കമ്മ്യൂണൽ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സെക്യുലറായി നിൽക്കുന്നത്. പിന്നെ കമ്മ്യൂണലിസത്തിന് അടിയായിരിക്കും ഇവിടെ. അതിൽ ആർക്കാണ് രോഷം പറ്റുന്നത്? മൈനോറിറ്റീസിനാണ്. പക്ഷേ മൈനോറിറ്റീസിൽ ആദ്യം അങ്ങനെ പോകുന്നതുകൊണ്ട് കമ്മ്യൂണലാകുമോ? എങ്ങനെ? അതായത് ഇപ്പോൾ ഈഴവർ ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഏത് രീതിയിൽ ബി ജെ പി ട്രിഗർ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം നമ്മൾ പറഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു എലീറ്റ് രാഷ്ട്രീയമാണ്. ഇവിടുത്തെ ഈ രാഷ്ട്രീയ അംഗത്തട്ടിനെ നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. താങ്കൾ തന്നെ പറഞ്ഞതാണ് അത് ആണ്. പക്ഷേ അവിടെ അങ്ങനെയുള്ളവർ ഒരു പരിധി വിട്ട് പോകുമോ? അല്ല, രാഷ്ട്രീയം എന്ന് വെച്ചാൽ എപ്പോഴും സാധ്യതകളുടെ കരയാണ്. നിലവിൽ ബി ജെ പി എടുക്കുന്ന സ്ട്രാറ്റജി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. 2, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരിക്കലും ഉത്തരേന്ത്യയിലെ സംഘർഷത്തിൻ്റെ ഒരു ചരിത്രമൊന്നുമില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പ്, ബി ജെ പി ആയിട്ട് പോലും. പക്ഷേ എല്ലാം ബി ജെ പിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നെ അവർക്ക് എന്ത് തീരുമാനിക്കാം. ദേ ക്യാൻ ഡിക്റ്റേറ്റ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു ക്ലച്ചും ബ്രേക്കുമായിട്ട് അത് ശക്തമായിട്ട് സെക്കുലർ ഫോഴ്സ് ഉണ്ടാവണം. അത് ഈ മൈനോറിറ്റീസ് സെക്കുലർ ആണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അവർക്ക് സെക്കുലർ ആകുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. മാത്രമല്ല അവർ ഈ പറഞ്ഞ അവർ സെക്കുലർ എന്ന് പറഞ്ഞ ആളുകൾ വലിയ രീതിയിൽ വിശ്വസിക്കുകയില്ല. എന്നാൽ ഹിന്ദുക്കൾ സെക്കുലറാണ്. ഈ സെക്കുലർ മെൻറ്റാലിറ്റി പോയി കഴിഞ്ഞാൽ ആളുകൾ വല്ലാത്ത സെക്കുലർ ആയതുകൊണ്ട് സെക്കുലറായി നിങ്ങൾക്ക് ബി ജെ പിയിൽ നിൽക്കാം, സെക്കുലറായി നിങ്ങൾക്ക് ബി ജെ പിയിലേക്ക് നിൽക്കാം. പക്ഷേ നിങ്ങൾ സെക്കുലർ അല്ലാതായി മാറുകയും കമ്മ്യൂണലായി മാറുകയും ആ കമ്മ്യൂണൽ മെൻറ്റാലിറ്റിയോട് കൂടി നിങ്ങൾ ബി ജെ പിയിൽ നിൽക്കുകയും അല്ലെങ്കിൽ സെക്കുലറായ ആളുകൾ ബി ജെ പി പോയിട്ട് കമ്മ്യൂണലാവുകയും ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കേരളത്തിൽ തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിൽ കലാപങ്ങളുണ്ടാവും. അതിലേറ്റവും വലിയ കാഷ്വാലിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിക്കായിരിക്കും. അതിനുള്ള വിദൂര സാധ്യതയൊക്കെ ഉണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒട്ടുമേ സംഘർഷങ്ങളില്ലാതിരുന്ന ബംഗാളിലൊക്കെയാണ് 1940 വലിയ കലാപങ്ങളുണ്ടായത്. ബംഗാളിലൊന്നും വലിയ കലാപങ്ങളൊന്നും സംഭവിക്കാത്ത സ്ഥലമാണ്. ഏത് ഏരിയയിലും കലാപങ്ങളൊക്കെ ഉണ്ടാവാം. അതൊരു ജനറേഷൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു ജനറേഷൻ്റെ ബോധം മാറിക്കഴിഞ്ഞാൽ മാറും.
തീർച്ചയായും ഒരു പിന്നെ ഒരു ബോധം മാത്രമല്ല, ഒരു ഫോഴ്സ് വേണം. ഈ ബോധത്തെ നിരന്തരം ഉണർത്താനും അതിനെ ഒരു ഫോഴ്സ് ആയിട്ട് നിലനിർത്താനും. അതാണ് ഇവിടെ CPM. ഇപ്പോൾ നിങ്ങളൊക്കെ CPM ഉള്ള സ്ഥലങ്ങളൊന്നും കലാപങ്ങൾ നടന്നിട്ടില്ല. CPM ഇപ്പോൾ ഒരു ബംഗാൾ CPM ഉള്ളപ്പോൾ കലാപം നടന്നിട്ടില്ല, ത്രിപുരയിൽ നടന്നിട്ടില്ല, മനസ്സിലായില്ലേ? കേരളത്തിൽ നടന്നിട്ടില്ല. ബൗദ്ധികമായൊരു ഒരു ക്ഷാമം, ഒരു ദാരിദ്ര്യം നേരിടുന്നില്ലേ നേതാക്കൾക്കിടയിലെ? ഒരു ഇൻ്റലക്ച്വൽ അഭാവം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ നേതാക്കളുടെ കുറവ്. ഡെവലപ്മെൻ്റ് ആണ് ഇപ്പോഴത്തെ ഐഡിയോളജി. അതിൽ ഒരുപാട് തിയറികളുടെ ആവശ്യമില്ല. തിയറികൾ വേണ്ടത് നിലവിലുള്ള ഒരു ബോധത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. അത് സെക്യുലറിസമാണ് ആ ഒരു ബോധം പ്രധാനമായും കേരളത്തിൽ. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർ പണ്ടേ അത് ശ്രദ്ധിക്കാറില്ല, അവിടെ നിന്നും കടമെടുക്കുകയില്ല. കമ്മ്യൂണിസ്റ്റുകാരെ ആ ബോധം ബുദ്ധിജീവികളെ അങ്ങനെയുള്ള ആളുകൾക്കെയും അതായത് പോപ്പുലറായി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കുന്ന അത്തരം ഒരു വിഭാഗത്തിൽ നിലനിർത്തേണ്ടതും അവരെ കൊണ്ട് നിരന്തരം ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ എന്താണ് ഇത് ഒലിച്ചു പോകും. അവരുടെ ഒരു നിലപാടല്ല, അവരുടെ നില ഒലിച്ചു പോകും, ഭൂമി ഒലിച്ചു പോകും. അത് അവർ നോക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ BJP ആകുന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ആകുന്നോ എന്നുള്ളതല്ല. ഇവിടുത്തെ നായരും ഈഴവരും കമ്മ്യൂണലായി കഴിഞ്ഞാൽ, നായർക്ക് ഈഴവനും ഈ പറയുന്ന സെമറ്റിക് മതങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ കേരളം കമ്മ്യൂണലാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള വളരെ 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 ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞിരിക്കുന്ന, ചരിത്രം പഠിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു നിരീക്ഷണമാണത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായതും ഈഴവർ ഒരു പൊളിറ്റിക്കൽ ട്രാൻസിഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കേരളത്തിലെ ഈഴവരും നായരും കമ്മ്യൂണലായാൽ നമ്മുടെ കേരളവും അത്തരത്തിലുള്ള കമ്മ്യൂണൽ റൈറ്റുകൾക്ക് വേദിയാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നും, അപ്പോൾ അതിന് വലിയ മാനമുണ്ട് ആ പറച്ചിലിന്. കാരണം ഇവിടുത്തെ ബാലൻസ് നിലനിർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നവർ ഇവരാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് ഫക്രുദ്ദീൻ. പക്ഷേ കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFൽ നഷ്ടപ്പെട്ട വിശ്വാസം, ഇപ്പോൾ CPMൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേയേറെ മാറ്റങ്ങൾ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസക്കുറവുണ്ടോ എന്നുള്ളൊരു സംശയം, പരിഗണനക്കുറവുണ്ടോ എന്നുള്ളൊരു സംശയം ഈഴവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ BJPയിലേക്ക് കൂട്ടത്തോടു കൂടി ഒഴുകിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക മാറി നിന്ന് നോക്കുന്നവർക്കുണ്ട് തീർച്ചയായിട്ടും. കാരണം ഒരു കമ്മ്യൂണൽ ഒരു ചട്ടക്കൂട് BJPക്ക് ഉണ്ട് എന്നാണ് ഈ നിരീക്ഷകരുടെ എല്ലാം തന്നെ വാദം. ഏതായാലും ഇതുവരെ കമ്മ്യൂണലായി ചിന്തിക്കാത്ത ഈഴവ വിഭാഗം ഇനിയും ഇനി ഏത് തട്ടകത്തിൽ പോയാലും അങ്ങനെ പ്രവർത്തിക്കില്ല. ഇതുവരെ പിന്തുടർന്നു വന്ന രീതി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. അതുതന്നെയാണ് ചരിത്രം. ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചതും അതുതന്നെയാണ്. സഹവർത്തിത്വത്തിലൂടെ, പരസ്പര സ്നേഹത്തിലൂടെ, ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് വിശ്വാസവും. എന്തായാലും ഈഴവരെ സ്വീകരിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ രണ്ട് കൈയും നീട്ടി നിൽക്കുകയാണ്. സോ ദിസ് ഈസ് എ വെരി ക്രൂഷ്യൽ പീരിയഡ്. കാത്തിരുന്ന് കാണാം ഏത് രീതിയിലേക്കാണ് പോകുന്നത്. കേരളം ഇനി അങ്ങോട്ട് ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിലും ഈ തീരുമാനത്തിന് വലിയ പങ്കുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.